നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നാടക അവതരണ രംഗത്ത് സജീവ സാന്നിധ്യമാണ് കോഴിക്കോട് സ്വദേശിയായ വിജേഷ് കെ വി. അഭിനയ കളരികൾ സംഘടിപ്പിച്ച് പ്രവാസ ലോകത്തും വിജേഷ് കെ വി ഇന്ന് സജീവമാവുകയാണ്. വിജേഷ് കെ വിയുടെ നാടക ജീവിതത്തിലേക്കാണ് അറബി ദിസ് വീക്ക് ഇത്തവണ ആദ്യം കടക്കുന്നത്. താൻ ജീവിക്കുന്ന കാലത്തിന്റെ പ്രശ്നങ്ങളെ, പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ എല്ലാം നെഞ്ചേറ്റി വിജേഷ് പാടുന്ന പാട്ടുകൾ ഇന്ന് കേരളക്കരയാകെ ഏറ്റുപാടുകയാണ്. കലാകാരന് സമൂഹത്തോട് കൃത്യമായ ഉത്തരവാദിത്തമുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് ഈ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ നാടക അഭിനയ മേഖലയിൽ വിജേഷ് തീർക്കുന്നത് അത്ഭുതങ്ങളാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ വിഷമത്തിലും സന്തോഷത്തിലും താങ്ങായി നിന്ന് നാടകങ്ങൾക്ക് ഈ കാലത്ത് പലതും ചെയ്യാനുണ്ടെന്ന് വിജേഷ് പറയുമ്പോൾ ചുറ്റുപാടുകളെ മറക്കുന്ന പല കലാകാരന്മാർക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് അത്. അവിടെയാണ് വിജേഷ് വ്യത്യസ്തനാകുന്നതും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് കോഴിക്കോട് സ്വദേശിയായ വിജേഷിന്റെ കലാജീവിതം. 7ാം ക്ലാസ്സിലായിരുന്നു ആദ്യമായി സ്റ്റേജിൽ കയറിയത്. കോഴിക്കോട്ടെ നാടകവേദികളെ സജീവമാക്കിയിരുന്ന PM താജ് അനുസ്മരണത്തിലും അല്ലാതെയും വേദിയിലെത്തുന്ന അധികാരിയുടെ നാടകങ്ങൾ കണ്ടുവളർന്ന വിജേഷിന് കലാമേഖലയിൽ സജീവമാകുകയല്ലാതെ ജീവിതത്തിൽ എന്താകണമെന്നതിന് മറ്റൊരു ഉത്തരമുണ്ടായിരുന്നില്ല. ചേർത്തുപിടിക്കാനും കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാനും ഒപ്പമുള്ളവരും കൂടെ നിന്നു. താജ് അനുസ്മരണം കോഴിക്കോട്ടുകാരുടെ വലിയൊരു നാടകോത്സവമാണ്. നാടകക്കാരെല്ലാവരും കൂട്ടിമുട്ടുന്ന ഇടം. എല്ലാവരും നാടക ചർച്ചകളും ബുദ്ധിജീവമുള്ള നാടകങ്ങളും പിന്നീട് കുളൂർ മാഷയുടെ അരീഷ് പേരയുടെയൊക്കെ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത്. വഴിയെല്ലാവരും തെളിച്ചു തരുന്നതാ. നമ്മൾ വിചാരിക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യും. നമ്മളൊരിക്കലും ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഒരു ട്രാവലാണത്. ഞാനിവിടെ ഇപ്പോൾ ദുബായിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ യാത്രയിൽ എന്നെ സ്നേഹിച്ചവരുണ്ട്, എന്നെ ഭയങ്കര കൂട്ടിപ്പിടുത്തിയവരുണ്ട്, എൻ്റെ പാട്ട് കേട്ടവരുണ്ട്. ഒരു ട്രാവലാണത്. അത് നമ്മൾ എവിടെ എത്തണം തീരുമാനിക്കുക നമ്മളല്ല, പല ആൾക്കാരാണത്. അവരെ ഞാൻ ഓർമ്മിക്കുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനശേഷം കേരളത്തിൽ കുട്ടികൾക്കായി നാടകങ്ങൾ എഴുതിയും സംവിധാനം ചെയ്തും ഇന്നും സജീവമാണ് ഈ കോഴിക്കോട്ടുകാരൻ. സ്കൂൾ ഓഫ് ഡ്രാമയും ആ നാടും അവിടെ നിന്ന് തുടങ്ങിയ നാടക കളരികളും കേരളം പിന്നിട്ട് ഗൾഫ് നാടുകളിലേക്കും സജീവമാക്കുകയാണ് വിജേഷ്. എങ്കിലും തന്റെ വേരുകളും തന്നെ താനാക്കിയതും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ലഭിച്ച, അവിടെ നിന്ന് സ്വായത്തമാക്കിയ അനുഭവങ്ങളാണെന്ന് വിജേഷ് പറയുന്നു. ഡ്രാമ സ്കൂളിലെ എനിക്ക് മറക്കാനാവാത്ത, ലോകത്തെവിടെ പോയാലും ഞാൻ പറയുന്നത് ലാലൂർ എന്നൊരു പ്രദേശം. ലാലൂർ എന്ന പ്രദേശം സ്കൂൾ ഡ്രാമേൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, ഞാൻ അവിടെ ഒരു വലിയൊരു ക്യാമ്പ് നടത്തിയിരുന്നു. എൻ്റെ സാന്നിധ്യത്തിൽ 100 കുട്ടികളെ വെച്ചിട്ട് വലിയൊരു ക്യാമ്പ്. അതിൻ്റെ ഏറ്റവും മുതൽ മുടക്ക് കാരണം ഭക്ഷണം, ലൈറ്റ്, എല്ലാം 100 കുട്ടികൾക്കുള്ള ഭക്ഷണം ആ ലാലൂർ ജനതയാണ്. അവിടെ നിന്നാണ് ആ ലാലൂരിൽ നിന്നാണ് ഞാൻ ഈ പാട്ടുണ്ടാക്കിയത്. പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ജനത എന്ന് പറഞ്ഞത് ലാലൂർ. അഭിനയത്തിന് പുറമെ നല്ലൊരു പാട്ടെഴുത്തുകാരനും കൂടിയാണ് വിജേഷ്.
വിജേഷ് എഴുതിയ പാടിയ പല പാട്ടുകളും സമൂഹ മാധ്യമങ്ങളിലും നാടകവേദികളിലും ഇന്ന് പ്രശസ്തമാണ്. പക്ഷേ അതെഴുതിയത് വിജേഷാണെന്ന് അറിയാതെ തന്നെ ഇത്തരത്തിൽ വിജേഷിന്റെ ഈ പാട്ടുകളെല്ലാം പലരുടെയും പേരിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൽ വിഷമമില്ലേ എന്ന ചോദ്യത്തിന് വിജേഷിന്റെ ഉത്തരം ഇങ്ങനെ: പാട്ട് പാടി പരത്തുക തന്നെയാണ്. നമ്മളുടെ പല നാടൻ പാട്ടുകളൊന്നും ആരാ എഴുതിയൊന്നും അറിയില്ല. നമ്മളിപ്പം പാടുന്ന എത്രയോ പാട്ടുകൾ മനുഷ്യന്മാർ വാമൊഴിയിൽ ഉണ്ടാക്കിയ പാട്ടുകളാണത്. ചങ്കെടുത്ത് ചങ്കിൽ വെച്ച് ചങ്ക് കാട്ടുന്നോറാ, ചങ്കെടുത്ത് ചങ്കിൽ വെച്ച് ചങ്ക് കാട്ടുന്നോറാ, ഓറാ ഓറാ നാടകക്കാരാ, ഓറാ ഓറാ നാടകക്കാരാ. നാലുദിക്കിലേ ഓരോ പാട്ടുകൾക്കും ഓരോ ഓർമ്മയാണെന്ന് വിജേഷ് പറയുന്നു. ആ ഓർമ്മകളാണ് തനിക്ക് വലുതെന്നാണ് ഈ കലാകാരന്റെ പക്ഷം. ഇത്തരത്തിൽ പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ കടിപിടി കൂടുന്ന പുതിയ കാലത്ത് തികച്ചും വ്യത്യസ്തനാകുന്നുണ്ട് ഈ മനുഷ്യൻ. വിജേഷ് എഴുതിയ ഒരു കവിത ഇന്ന് കുട്ടികൾക്ക് പഠിക്കാനായി 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ആ പാട്ടുണ്ടായത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു നാടകത്തിൻ്റെ ഇതേമാതിരി ഒരു ക്യാമ്പിൽ ഇപ്പം നാടകത്തിൻ്റെ പ്രവർത്തനമായി വന്നിട്ട് അവർ നാടൻ ചെയ്തു തരും. ഡയറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പാട്ടുണ്ടാവുന്നത്. ആ പാട്ടുണ്ടാവുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അജയൻ എന്ന കക്ഷിയെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. അതിപ്പം നമ്മുടെ കൂടെ ഇല്ല. പാട്ട് പരക്കും, പാട്ട് വളരും. അതിലൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ പാട്ടിപ്പം നമ്മളുടെ സ്കൂൾ സിലബസിൽ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. 7ാം ക്ലാസ്സിലെ പാഠപദ്ധതിയിൽ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടപ്പ അതിൽ വിജേഷ് KV എന്നൊരു പേരിട്ടപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം കുട്ടികൾ നമ്മുടെ പാട്ട് പഠിക്കുന്നു, പറയുന്നു. കേരളത്തിൽ നാടകങ്ങളുടെ വസന്തകാലമാണ് ഇത് എന്നാണ് വിജേഷ് പറയുന്നത്. പലയിടങ്ങളിൽ നാടകക്കളരികളും നാടക ഉത്സവങ്ങളും സജീവമാണ്. പുതിയ കാലത്ത് തിയേറ്റർ ക്യാമ്പുകൾ വലിയ സജീവമാണെന്ന് വിജേഷ് പറയുന്നു. കുട്ടികളടക്കം അഭിനയം പഠിക്കാനും പരിശീലിക്കാനും കടന്നു വരുന്നുണ്ട്. കല മരിക്കുകയല്ല, കൂടുതൽ കരുത്തോടെ ജീവിക്കുകയാണെന്നാണ് വിജേഷ് അടിവരയിടുന്നത്. ഇത്തരം ഇടങ്ങളിലേക്ക് കയ്യിലൊരു ചെണ്ടയുമായി മനസ്സു നിറഞ്ഞ് പാട്ടുപാടി വിജേഷ് എത്തും. കേരളത്തിൽ നാടകം പൂക്കുന്ന കാലമാണിത്. എപ്പോഴും സിനിമയേക്കാൾ ഏറ്റവും കൂടുതൽ നാടകങ്ങളാണ്. കേരളത്തിൽ നിൽക്കുന്ന ഒരു നാടകക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാലമാണിത്. എത്ര നാടകങ്ങളാണ്, എത്ര നാടക കളരികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജിലെ നാടകം നടക്കുമ്പോൾ 5000 ആൾക്കാരാണ് നാടകം കണ്ടത്, നിറഞ്ഞ സദസ്സിൽ. അതുപോലെ തന്നെ മാടമോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം കേരളം മുഴുവൻ കളിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഹിറ്റ് പോലെ എല്ലാ നാടകങ്ങളും. കേരളത്തിൽ നാടകങ്ങളുടെ ഒരു പൂക്കാലത്തിൻ്റെ ഒരു കാലമാണത്. സിനിമകളിലും തന്റേതായ കയ്യൊപ്പ് വിജേഷ് ഇതിനോടകം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മങ്കിപ്പൻ, മാൽഗുഡി ഡേയ്സ്, മൈ ഗോഡ്, മൈ ഗ്രേറ്റ് ഫാദർ, ഗോൾഡ് കോയിൻ, ആമി, ക്ലിൻറ്റ് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ വിജേഷ് ഉണ്ട്. പ്രവാസ ലോകത്തും നാടകവും നാടകകളരികളുമായി ഇനിയും എത്തുമെന്നും വിജേഷ് ഉറപ്പിച്ചു പറയുന്നു. ഒരു പുതിയ നാടകം ഗൾഫിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രീകുമാർ ഇപ്പം അരങ്ങ് സീസൺ 1 ആ ടീം നാടകം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എല്ലാ സ്ഥലത്തും കളിക്കണം എന്നുള്ളത്. അപ്പോൾ അപ്പേട്ടന് അതിന് നേതൃത്വം കൊടുക്കുന്ന മ്യൂസിക് എന്ന രഞ്ജിയാണ്. അടുത്തത് നമ്മുടെ സർവകലാശാല എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ ക്യാമ്പാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് മുഴുവനും വലിയ ആൾക്കാരെ ക്യാമ്പാണ് ഏറ്റവും ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള, കുട്ടികളുടെ ആഹ്ലാദം കണ്ടെത്താൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പ് ജൂലൈയോ അല്ല ആഗസ്റ്റിലോ അതിൻ്റെ മിഡിൽ വണ്ണിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ അടുത്തൊരു വരവ്. ഇനി ഒമാനിലേക്കാണ് യാത്ര. മസ്കറ്റിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാനിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ കാഴ്ചകൾ കാണാം.
മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് ലോകത്തിലെ ഏറ്റവും മനോഹര ആധുനിക പള്ളികളിൽ ഒന്നാണ്. 6 വർഷവും 7 മാസവും എടുത്താണ് ഗ്രാൻഡ് മോസ്ക് നിർമ്മിച്ചത്. ഇസ്ലാമിക, മിഡിൽ ഈസ്റ്റേൺ, ഒമാനി വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു മിശ്രിതമാണ് ഈ പള്ളി. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ 6500-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ സാധിക്കും. പള്ളിയിൽ മുഴുവനായി 20,000 ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. പുരുഷന്മാർക്കുള്ള പ്രാർത്ഥനാ ഹാളിന്റെ മധ്യത്തിലുള്ള അലങ്കാര വിളക്ക് 14 മീറ്റർ നീളവും 8500 കിലോഗ്രാം ഭാരവുമുള്ളതാണ്. പ്രധാന പ്രാർത്ഥനാ ഹാളിലെ പരവതാനി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു. ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ വലിയ സിംഗിൾ പീസ് കാർപ്പറ്റാണിത്. പ്രാർത്ഥനാ ഹാളിന്റെ ഏകദേശം 4343 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇന്റീരിയറിന്റെ രൂപകൽപ്പനയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ കാർപ്പറ്റ്. 4 വർഷം എടുത്താണ് ഈ പരവതാനി നിർമ്മിച്ചത്. മനോഹരമായ മൊസൈക്കുകളും കലാരൂപങ്ങളും പള്ളിയിലുടനീളം കാണാം. ഗ്രാൻഡ് മോസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം പ്രധാന പ്രയർ ഹാളിലെ പേർഷ്യൻ പരവതാനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ പരവതാനി നിർമ്മിക്കുന്നത് 600 സ്ത്രീകൾ 4 വർഷത്തോളം 2 ഷിഫ്റ്റുകളിലായി പണിയെടുത്തുകൊണ്ടാണ്. പള്ളിക്കുള്ളിലെ തടികൊണ്ടുള്ള പാനലുകൾ പരമ്പരാഗത ഒമാനി വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഒമാൻ തലസ്ഥാന നഗരിയായ മസ്കറ്റിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ചയൊരുക്കുകയാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് പറയാനുണ്ട്. 4,16,000 ചതുരശ്ര മീറ്ററിൽ വിസ്തൃതമായി കിടക്കുന്ന 110ഓളം ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന അതിമഹത്തായൊരു നിർമ്മിതിയാണിത്. 1995 ഈ നിർമ്മിതിയുടെ തുടക്കം ആരംഭിക്കുന്നത്. 2021 മെയ് മാസത്തിലാണ് അതിൻ്റെ സമർപ്പണം. 6 വർഷത്തോളം നീണ്ട ഗ്രാൻഡ് മോസ്കിന്റെ നിർമ്മിതി തന്നെ അതിൻ്റെ പ്രൗഢിയും ഭംഗിയും വിളിച്ചറിയിക്കുന്നുണ്ട്. മനോഹരമായതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പള്ളി. പള്ളിയുടെ ചുറ്റും ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങളും മനോഹരമായ നടപ്പാതകളുമുണ്ട്. 2015 UK-ലെ പ്രമുഖ പത്രമായ ദി ടെലഗ്രാഫ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 25 പള്ളികളിൽ ഒന്നായി സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിനെ തിരഞ്ഞെടുത്തു. പള്ളിയുടെ പ്രധാന മിനാരത്തിന് 91.5 മീറ്ററാണ് ഉയരം. മറ്റു മിനാരങ്ങൾക്ക് 45 മീറ്റർ വരെ ഉയരമുണ്ട്. 2001 മെയ് 4 ഗ്രാൻഡ് മോസ്ക് ഒമാന്റെ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയീദ് നാടിന് സമർപ്പിച്ചത്. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ താഴികക്കുടം മിനാരങ്ങളും വാസ്തുവിദ്യാ മാസ്റ്റർ പീസുകൾ മാത്രമല്ല, ആഴത്തിലുള്ള മതപരമായ പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. 14,000 ടൺ മാർബിളിൽ നിർമ്മിച്ച മധ്യഭാഗത്തെ താഴികക്കുടം പ്രാർത്ഥനാ ഹാളിന് മുകളിൽ ഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്നു. ചുറ്റുമുള്ള മിനാരങ്ങൾ വാസ്തുവിദ്യ ഹൈലൈറ്റുകളായും ഇസ്ലാമിന്റെ 5 തൂണുകളുടെ പ്രതീകങ്ങളായും വർത്തിക്കുന്നു. 45.5 മീറ്റർ നീളമുള്ള 4 മിനാരങ്ങളും അതിലേറ്റവും വലിയ മിനാരം 90 മീറ്ററോളം നീളമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ പുറമെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 110 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ചുറ്റുഭാഗവും അതിവിശാലമായ ഗാർഡനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിശാലമായ ഇസ്ലാമിക് ഇൻഫർമേഷൻ സെൻ്ററും ലൈബ്രറിയും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കൗതുകങ്ങളുള്ള കാഴ്ചയാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റിലെ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽ പാലം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നിർമ്മിതിയാണ്. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപ്പാലത്തിന്റെ വിശേഷങ്ങളിലേക്ക്.
കുവൈറ്റിലെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വിപുലമായ പദ്ധതിയാണ് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപ്പാലം പദ്ധതി. മരുഭൂമിയുടെയും കടലിന്റെയും ഇടയിൽ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ പൂർണ്ണതയ്ക്കായി കുവൈറ്റ് നിർമ്മിച്ച വലിയതും ദീർഘവുമായ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽപ്പാലം കുവൈറ്റിന്റെ അഭിമാന പാത എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും ദീർഘമായ കടൽപ്പാല പദ്ധതികളിൽ ഒന്നായ ഇതിൽ 36 കിലോമീറ്ററിൽ അധികം നീളമുള്ള ഒരു പാലവും 12 കിലോമീറ്ററിലധികം നീളമുള്ള മറ്റൊരു പാലവും ഉൾപ്പെടുന്നുണ്ട്. ഇത് കുവൈറ്റ് സിറ്റിയെയും സുബിയ പ്രദേശത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന സിൽക്ക് സിറ്റി പ്രൊജക്ടിന്റെ മുഖ്യ കവാടം തന്നെ ഈ പാലമാണ്. വികസനത്തിനുള്ള പാത എന്ന നിലയ്ക്കാണ് ഈ പാത പരാമർശിക്കപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം സിൽക്ക് സിറ്റി പദ്ധതിയും ചൈനയുടെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ബന്ധം ശക്തമാക്കാൻ സഹായിക്കുന്ന വലിയ ഘടകമായി വരാൻ പോകുന്ന വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിലെയും പ്രധാന പാതയായി ഇത് മാറുന്നു എന്നത് തന്നെയാണ്. പാലം കടന്നു പോകുന്ന സമുദ്രപ്രദേശം സെൻസിറ്റീവ് സൈനിക മേഖല കൂടി ആയതിനാൽ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ പ്ലാൻ ചെയ്യപ്പെട്ടതാണ് പാലത്തിന്റെ നിർമ്മാണം. പാലത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി കടലിനകത്ത് നിർമ്മിച്ച പ്രധാന ടവറിന്റെ ഉയരം 151 മീറ്ററോളമാണ് ഉള്ളത്. വലിയ കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ 120 മീറ്റർ വീതിയുള്ള പാസേജ് പാലത്തിന്റെ അടിയിൽ ഒരുക്കിയിരിക്കുന്നു. രാത്രികാലങ്ങളിൽ പാലത്തിൽ നിന്നും കുവൈറ്റ് സിറ്റിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ കഴിയും. ഏകദേശം മധ്യഭാഗത്തായി പാലത്തിന്റെ 2 വശങ്ങളിലും അത്യാവശ്യ സൗകര്യങ്ങളോടെ കൃത്രിമ ദ്വീപും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ആഭ്യന്തര വിനോദയാത്രകൾക്കും കുവൈറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രധാന കേന്ദ്രമായി കൂടി മാറിയിട്ടുണ്ട് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കടൽ പാലം. കുവൈറ്റ് നഗരത്തെ വടക്കൻ കുവൈറ്റുമായി, അതായത് സുബിയ, ബുബിയാൻ ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മെയിൻ ലിങ്ക്, കുവൈറ്റ് നഗരത്തെ ദോഹയുമായി ബന്ധിപ്പിക്കുന്ന ദോഹ ലിങ്ക്, വിനോദസഞ്ചാരത്തിനും നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളായ ബേ ഐലൻഡ് നോർത്ത്, ബേ ഐലൻഡ് സൗത്ത് എന്നിവയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കുവൈറ്റ് വിഷൻ 2035 ഭാഗമാണ് ഈ കോസ്വേ പദ്ധതി. 2 പാലങ്ങളുടെയും ആകെ നീളം 48.5 കിലോമീറ്റർ ആണ്. US, ഫ്രാൻസ്, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന എഞ്ചിനീയറിംഗ്, ഡിസൈൻ, കരാർ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ കോസ്വേ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളിലൂടെ പാലം കടന്നു പോകുന്നതിനാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക അപകട സാധ്യതകളെക്കുറിച്ച് വലിയ പഠനം നടത്തുകയും നിർമ്മാണത്തിന് തുടക്കം മുതൽ തന്നെ സസ്യജന്തുജാലങ്ങൾക്കും കടൽ പരിസ്ഥിതിക്കും മൊത്തത്തിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൃത്യമായ ശ്രമം നടത്തിയതിനാൽ തന്നെ മത്സ്യസമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി കൃത്രിമമായി ഒരുക്കിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കുവൈറ്റ് വിഷൻ 2035 എന്ന ബൃഹത്തായ വികസന സങ്കല്പത്തിന്റെ ആണിക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നിർമ്മിതി ഇന്ന് ലോകത്തിലെ പ്രധാന നിർമ്മിതികളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുകയാണ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.